കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ. ലിസിയോയിലെ വിശുദ്ധ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 48ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക സാഹോദര്യത്തെക്കുറിച്ചാണ്, ബ്രദർഹുഡ്. കൊത്രേസ്യയുടെ സാഹോദര്യത്തെക്കുറിച്ചുള്ള ദർശനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മേഖലകളിൽ അവളെ സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഒന്നാമതായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ സാർവത്രിക സാഹോദര്യത്തിൻ്റെ ആലിംഗനം സമുദായത്തെയും ബന്ധുത്വത്തെയും കുറിച്ചുള്ള വിശുദ്ധ കൊത്രേസ്യയുടെ ധാരണയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ്. സ്നേഹത്തെയും സമൂഹ ജീവിതത്തെയും കുറിച്ചുള്ള വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ പഠിപ്പിക്കലുകൾ മറ്റുള്ളവരുമായുള്ള അവളുടെ ബന്ധത്തെക്കുറിച്ചുള്ള കൊത്രേസ്യയുടെ ചിന്തകളിൽ പ്രതിധ്വനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് വചനഭാഗമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഈ വാക്യം എല്ലാ വിശ്വാസികളുടെയും സമത്വത്തെയും ഐക്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതായിട്ട് വിശുദ്ധ കൊത്രേസ്യയ്ക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും പത്രോസ്ലീഹായിലേക്കാണ് അവൾ ശ്രദ്ധ കൊടുക്കുക. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയൈക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. ഈ വാക്യം ക്രിസ്തീയ ജീവിതത്തിൽ സാഹോദര്യത്തിൻ്റെ അന്തസത്തയെ ഊന്നി പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കൊത്രേസ്യയുടെ സാഹോദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനെ ഒരു 5 തലങ്ങളിലേക്ക് തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് യൂണിറ്റി ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള ഐക്യം. രണ്ടാമതായിട്ട് ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും അനുകമ്പയും. മൂന്നാമതായിട്ട് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്, സപ്പോർട്ടും നമ്മൾ നൽകുന്ന പ്രോത്സാഹനങ്ങളും. നാലാമതായിട്ട് ഫൊർഗീവ്നെസ് ആൻഡ് റിക്കൺസിലിയേഷൻ, ക്ഷമയും അനുരഞ്ജനവും. അഞ്ചാമതായിട്ട് ഷെയർഡ് മിഷൻ. നമുക്ക് ഈ 5 തലങ്ങളെക്കുറിച്ച് ഒന്ന് ആഴത്തിൽ കാണാം. ഒന്നാമതായിട്ട് യൂണിറ്റി ഇൻ ഫെയ്ത്ത്, വിശ്വാസം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ എല്ലാ അംഗങ്ങളെയും സഹോദരീ സഹോദരന്മാരായി ഒന്നിപ്പിക്കുന്നുവെന്ന് വിശുദ്ധ കൊത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: ക്രിസ്തുവിൽ നാം എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്, ഈ ബന്ധമാണ് നമ്മുടെ ശക്തി. അപ്പോൾ അവൾ കുറിക്കുകയാണ്, നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണെന്നുള്ള ചിന്ത നമ്മുടെ വലിയൊരു ശക്തിയാണ്, നമ്മുടെ ബന്ധങ്ങളെ ഇത് ദൃഢീകരിക്കുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നമ്മുടെ വിശ്വാസം നമ്മെ കുടുംബത്തിൽ ഒരു ഹൃദയത്തിൽ ഒന്നിപ്പിക്കുന്നു. അപ്പോൾ ആഴമേറിയ വിശ്വാസം അത് ഒരു സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയിൽ ഈ സമൂഹത്തിൽ കുടുംബത്തെ വളർത്തുന്നു എന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. രണ്ടാമതായിട്ട് ലവ് ആൻഡ് കമ്പാഷൻ, യഥാർത്ഥ സാഹോദര്യം വളർത്തിയെടുക്കുന്നതിൽ സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും അനുകമ്പയുടെയും പ്രാധാന്യം പുണ്യവതി ഊന്നിപ്പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ കുറിക്കുന്നു: സ്നേഹം സാഹോദര്യത്തിൻ്റെ സത്യമാണ്, അതില്ലാതെ നമ്മൾ ഒന്നുമല്ല. അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് അവൾ പറയുകയാണ്, ഈ സ്നേഹത്തിലാണ് സാഹോദര്യം അടങ്ങിയിരിക്കുന്നതിൻ്റെ അന്തസത്യമാണ്. ഇതില്ലെങ്കിൽ നമ്മളാരും ഒന്നുമല്ല എന്നാണ് പുണ്യവതി നമ്മളെ ഓർമ്മപ്പെടുത്തുക. അവളുടെ അന്തിമ വചസ്സുകൾ ഇപ്രകാരം പറയുന്നു: നമുക്ക് അനുകമ്പയുള്ളവരാകാം, കാരണം നാം എല്ലാവരും ദുർബലരാണ്. അവൾ നൽകുന്ന ഒരു പ്രചോദനമാണ്. നമ്മളെല്ലാവരും ബലഹീനരാണ്, അത് നമുക്ക് പരസ്പരം കരുണ കാണിക്കാം, അനുകമ്പ കാണിക്കാം എന്നാണ് അവൾ ചുറ്റും നിന്നവരെ ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തെ തലം എന്ന് പറയുക സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. ആത്മീയവും വ്യക്തിപരവുമായ വളർച്ചയിൽ പരസ്പര പിന്തുണ നൽകുവാനും അങ്ങനെ വിശുദ്ധിയിലേക്ക് പരസ്പരം സഹായിക്കുവാനും സാഹോദര്യം നമ്മളെ നയിക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു:
നമുക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പരസ്പരം സഹായിക്കാം. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എല്ലാവർക്കും പോകാനായിട്ട് നമുക്ക് പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കാവുന്ന വലിയൊരു ആഹ്വാനമാണ് പുണ്യവതി നൽകുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൽ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക, ഇത് നമ്മുടെ കടമയാണ്. അപ്പോൾ പരസ്പരം വിശ്വാസത്തെ ദൃഢീകരിക്കുക, ബലപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക, ഇത് ഉത്തരവാദിത്വമായിട്ടാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. നാലാമത്തെ തലം എന്ന് പറയുക ഫൊർഗീവ്നെസ് ആൻഡ് റിക്കൺസിലിയേഷൻ. മാനുഷിക ബലഹീനതകളും പരാജയങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് സാഹോദര്യത്തിനുള്ളിൽ ക്ഷമയുടെ ആവശ്യകത പുണ്യവതി എടുത്തു കാട്ടുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, ക്ഷമയാണ് യഥാർത്ഥ സാഹോദര്യത്തിൻ്റെ താക്കോല്. അപ്പോൾ യഥാർത്ഥ സാഹോദര്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ക്ഷമ എന്ന പുണ്യത്തിലൂടെയാണെന്നാണ് പുണ്യവതി നമുക്ക് പറഞ്ഞു തരിക. അവളുടെ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, അനുരഞ്ജനത്തിൽ നമ്മൾ ശക്തിയും ഐക്യവും കണ്ടെത്തുന്നു. അപ്പോൾ പരസ്പരം അനുരഞ്ജനത്തിൽ ഏർപ്പെടുമ്പോൾ റിക്കൺസിലിയേഷനിൽ നമ്മൾ ശക്തരായി തീരുകയാണ്. അതുപോലെ നമുക്കിടയിൽ യൂണിറ്റി ഉണ്ടാകുന്നുവെന്ന് പുണ്യവതി പറയുന്നു. അഞ്ചാമത്തെ തലം എന്ന് പറയുക ഷെയർഡ് മിഷൻ. ദൈവത്തിൻ്റെ സ്നേഹവും അനുകമ്പയും ലോകത്തിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു സഹകരണ ദൗത്യമായാണ് കൊത്രേസ്യ സാഹോദര്യത്തെ കണ്ടിരുന്നത്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, സ്നേഹിക്കുകയും ഒരുമിച്ച് സേവിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അവള് ദൗത്യമായിട്ടാണ് കാണുക ഈ സ്നേഹത്തെക്കുറിച്ചും ഒന്നിച്ച് സേവിക്കുന്നതിനെക്കുറിച്ച്. അതായത് ആ സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മ ഒരു ദൗത്യമായിട്ട് അവൾ കാണുന്നു. അവളുടെ സഹോദരി സെലിന എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിൽ ഒരു കുടുംബമായി പ്രവർത്തിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഒരേ കുടുംബം, ഒരേ മനസ്സോടെ കൂട്ടായ്മയിൽ വളരുവാനായിട്ട്, സഭയെ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, അതിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് കൊത്രേസ്യ സഹോദരിയെ ഓർമ്മപ്പെടുത്തുക. സ്നേഹമുള്ളവരെ, ഈ സാഹോദര്യത്തിൻ്റെ 5 തലങ്ങളെക്കുറിച്ച് കണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ആധ്യാത്മികതയെയും മനഃശാസ്ത്ര തലത്തെയും അതുപോലെ തന്നെ സാമൂഹിക തലത്തെയും സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. കൊത്രേസ്യയുടെ ടീച്ചിങ്സ് സാമുദായിക സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ യാത്രയിലെ പിന്തുണയെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയെ പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തികളുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. അനുകമ്പയ്ക്കും ക്ഷമയ്ക്കുമുള്ള പുണ്യവതിയുടെ ഊന്നൽ ആരോഗ്യകരമായ വൈകാരിക ബന്ധങ്ങളും സമൂഹത്തിനുള്ളിൽ വ്യക്തിഗത വളർച്ചയും വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹിക തലം. സാഹോദര്യത്തെക്കുറിച്ചുള്ള കൊത്രേസ്യയുടെ ധാരണ സാമൂഹിക ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരസ്പരം പരിപാലിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രോത്സാഹിപ്പിക്കുന്നു. അത് കൂടുതൽ അനുകമ്പയുള്ള സമൂഹങ്ങളിലേക്ക് വ്യക്തികളെ നയിക്കുന്നു. സ്നേഹമുള്ളവരെ, പുണ്യവതി ദർശിച്ച സാഹോദര്യം അതിനെ ഉൾക്കൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, എൻ്റെ ബന്ധങ്ങളിൽ സാഹോദര്യബോധം എങ്ങനെയാണ് എനിക്ക് സജീവമായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുക? രണ്ടാമതായിട്ട്, എനിക്ക് ചുറ്റുമുള്ളവരോട് അനുകമ്പയും മനസ്സിലാക്കുകയും ഏതെല്ലാം വിധത്തിൽ എനിക്ക് പരിശീലിക്കുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ക്ഷമ എങ്ങനെയാണ് ഒരു പങ്ക് വഹിക്കുക? സ്നേഹമുള്ളവരെ, ഈ ചോദ്യങ്ങൾ ഇന്ന ദിവസം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ആഴമേറിയ സാഹോദര്യത്തിൻ്റെ വക്താക്കളായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് ചേർന്ന് പുണ്യവതിയോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനുസരിച്ചുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശ്വകൊത്രേസ്യയെ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭദശയിൽ തന്നെ സ്വർഗരാജ്ഞിയെ അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലെല്ലാം യഥാർത്ഥമായിട്ട് സാഹോദര്യം ഉണ്ടാകാൻ വേണ്ടി അത് വളർത്തിയെടുക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങളെ സഹായിക്കണമേ എന്ന്. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ
നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമുക്ക് പുണ്യോതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിന്റെ ഇഷ്ടദാസിയായ ലിസിയിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണുകയാണ്, അത്ഭുതത്തോടു കൂടി കാണുകയാണ്. ഏതെല്ലാം മേഖലകളെക്കുറിച്ചാണ് അവൾ സംസാരിച്ചിട്ടുള്ളത്. സ്നേഹത്തിൻ്റെ പ്രവാചികയായ അവൾ സാഹോദര്യത്തിൻ്റെ ഒരു വലിയ താരമായിട്ട് നിലകൊണ്ടല്ലോ. ഈശോയെ, നീ നൽകിയ കൃപയാണ് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളെയും സാഹോദര്യത്തിൽ ആഴപ്പെടുവാനായിട്ട് നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട്, സാഹോദര്യത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട്, എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ട്, ചേർത്ത് പിടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീ നിൻ്റെ ഈശോയോട് പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിലീശോദൻ പൂ